പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് നോക്കുക നിങ്ങൾ ഡിസംബർ 3-ാം തീയതിയാണ്, 3/12/2025. സോ ദ പോസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് ഓഫീസറാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യാം, 414/2025 ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 51,400 തൊട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, എക്സാക്ട്ലി പറഞ്ഞിട്ടില്ല, ബട്ട് നമുക്ക് കുറച്ച് വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പോകുന്നതാണ്. ഏജ് ലിമിറ്റ് സാധാരണ 20 to 36 ആണ്. ഏജ് റിലാക്സേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു PG ഡിഗ്രിയാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. പല PG ഡിഗ്രീസ് പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, കൊമേഴ്സ്, ഇങ്ങനെ ഏതിൽ വേണോ PG ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പം UGCയുടെ അണ്ടറിലോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലോ ഏതെങ്കിലും എന്താ പറയുക അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു PG ഡിഗ്രി ഈ പറഞ്ഞ ഫീൽഡിലായിരിക്കണം എന്നുള്ളത്. ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യേണ്ടത്, മാത്സ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് അറ്റ്ലീസ്റ്റ് ഇൻ ദിയർ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഓക്കെ, ബാച്ചിലേഴ്സ് ഡിഗ്രിയിലെങ്കിൽ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ കൊമേഴ്സ് കേസ് ഇപ്പോൾ PG ഇവരുടേത് കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ അവരുടെ ബാച്ചിലേഴ്സിൽ അവർ സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ അരിത്തമെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സോ പഠിച്ചിട്ടുണ്ടാവണം. ഇനി പ്രൊബേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവരോട് പറയുന്നുണ്ട്. ഇവർ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നിങ്ങൾ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും ഓൺ ഡ്യൂട്ടി വിത്ത് കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 years. ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 3 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതിൽ 2 വർഷം പ്രൊബേഷൻ ആയിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു പ്രൊബേഷൻ പീരീഡിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു 6 months എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഡ്യൂട്ടി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ പല ഡിസ്ട്രിക്ട് ഓഫീസസിൽ ചെന്നിട്ട്, അതായത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ഡിസ്ട്രിക്റ്റിലെ ഓഫീസുകളിൽ ചെന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് ഉണ്ട്, അക്കൗണ്ട്സ് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട്. അക്കൗണ്ട് ടെസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ പാസ്സാവണം. ലോവർ ആകാം ഹയർ ആവാം, ഏതാണെങ്കിലും പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ അതും കൂടെ പാസ്സാവേണ്ടത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യുക. കാറ്റഗറി നമ്പർ 414/2025. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 3.